നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു കൺസെപ്റ്റ് കാണിച്ചു തരാം. ആ കൺസെപ്റ്റിനെ കുറിച്ച് ഒരു അമ്മായി പറയുന്ന അഭിപ്രായവും നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്തായാലും ആ കൺസെപ്റ്റ് കണ്ടിട്ട് എനിക്കൊരു കൂതറ കൺസെപ്റ്റായിട്ടാണ് തോന്നിയത്. ഇനി നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആദ്യം ആ കൺസെപ്റ്റും കാണാം, ആ കൺസെപ്റ്റിനെ കുറിച്ച് അമ്മായിയുടെ അഭിപ്രായവും കേൾക്കാം. നല്ല അടിപൊളി വീഡിയോ അല്ലേ, നല്ലൊരു കൺസെപ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് സീരിയലാണെന്നോ അല്ല വേറെ എന്തോ ഷൂട്ടിംഗ് ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ കൺസെപ്റ്റ് അടിപൊളിയാണ്. കാരണം ഇന്നത്തെ നമ്മളുടെ ഈ സാമൂഹിക ചുറ്റുപാടിൽ, അതായത് സ്ത്രീധന മരണങ്ങൾ, അതുപോലുള്ള ഭർത്താവിന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മരണം, നിറത്തിന്റെ പേരിലുള്ള കളിയാക്കലുകൾ കൊണ്ടുള്ള മരണങ്ങൾ, ആത്മഹത്യകൾ, ഇതൊക്കെ ഒരുപാട് കേൾക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അവിടെ ഈഗോന്റെ പ്രശ്നമോ ഒന്നും ഉണ്ടാവില്ല. ഭർത്താവ് ഭാര്യന്റെ മേലെയാണ്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മേലെ, അങ്ങനെയുള്ള പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. രണ്ടുപേരും ഒരുപോലെ പഠിക്ക് പോണീസ് കൊണ്ടുവരുന്നത്, മറ്റുള്ള ബാധ്യതയുള്ള പ്രശ്നം ഒന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ടുള്ള ലൈഫ്. അമ്മായിയമ്മ പ്രശ്നം, അമ്മോശങ്ങൾക്ക് പ്രശ്നം, നാത്തും പ്രശ്നം ഒന്നുമില്ല. സുഖസുന്ദരമായിട്ടുള്ള ജീവിതം. എന്നെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. കൺസെപ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, ആ കൺസെപ്റ്റിനെ കുറിച്ച് അമ്മായിയുടെ അഭിപ്രായവും നിങ്ങൾ കേട്ടല്ലോ. അതായത് അമ്മായി പറഞ്ഞു വെക്കുന്നത്, ഈ ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കാതെ പെണ്ണും പെണ്ണുങ്ങളും തമ്മിൽ അങ്ങ് കല്യാണം കഴിച്ചാൽ ഇവിടെ ഒരു വിഷയവും ഉണ്ടാകില്ല എന്നാണ്. അതിന് കാരണം പറയുന്നത്, സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുക, ഭാര്യയെ കൊല്ലുക, ഭർത്താവിന്റെ വീട്ടിലെ ഗാർഹിക പീഡനം, പിന്നെ അമ്മോശം പോര്, അമ്മായി പോര്, നാത്തൂം പോര് തുടങ്ങിയ കാരണങ്ങളാൽ ഇനി അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നത് നല്ലതെന്നാണ് അമ്മായി പറഞ്ഞു വെക്കുന്നത്. നമ്മുടെയൊക്കെ അറിവിൽ ഈ വിവാഹ കാലഘട്ടം മുതൽ, വിവാഹ ജീവിതം തുടങ്ങിയ മനുഷ്യരാശിയുടെ കാലം തൊട്ട് മുതൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ത്രീധനവും ഒക്കെ കുറെ ഇത്തിരി ഇപ്പുറത്ത് വന്നതാണെങ്കിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ അമ്മായിക്ക് ജന്മം കൊടുത്ത ഒരു മാതാവുണ്ടല്ലോ, അവരും ഒരു പെണ്ണായിരുന്നല്ലോ. അവർ കല്യാണം കഴിച്ച കാലഘട്ടത്തിലും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ പേടിച്ചിട്ട് ഈ അമ്മായിയുടെ മാതാവ് അന്ന് ഇതുപോലൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ, അതായത് വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇതുപോലെയുള്ള മാരണങ്ങളെയൊന്നും മലയാളികൾക്ക് താങ്ങേണ്ടി വരില്ലായിരുന്നു. അമ്മായി പറയുന്നത് മറ്റൊരു സാധനം കൂടി ഉണ്ട്. അതായത് പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മായി പോലും ഉണ്ടാവില്ല, നാത്തും പോലും ഉണ്ടാവില്ല, പിന്നെ അമ്മോശം പോലും ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിൽ ജനിച്ചവരൊന്നും ഇങ്ങനെയുള്ള തീരുമാനം എടുക്കില്ല. തന്തയും തള്ളയും ഏതെന്നറിയാതെ എവിടെയൊക്കെയോ കിടന്നുണ്ടായതാണ് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞത് അമ്മായി വളരെ കറക്റ്റാണ്. പിന്നെ അമ്മായിക്ക് അറിയാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പണ്ടൊക്കെ പഴമക്കാർ പറഞ്ഞു ചൊല്ലുന്ന ഒരു പഴഞ്ചൊല്ലാണ്, ഫുള്ള് പറയുന്നില്ല. അതായത് രണ്ട് മലകൾ തമ്മിൽ ചേർന്നാലും പിന്നെ എന്തോ ചേർന്നാൽ ചേരില്ല എന്നൊരു പഴഞ്ചൊല്ല് നാട്ടുകാർ പറയുന്നുണ്ട്. അതെന്താണെന്ന് അമ്മായി ഒന്ന് തിരക്കിയിട്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ നാട്ടിൽ ആണും പെണ്ണും കല്യാണപ്രായം എത്തിക്കഴിഞ്ഞാൽ കുടുംബസമേതം കല്യാണം കഴിക്കുന്നവരുണ്ട്, പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട്. അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അവർ ശ്രമിക്കുമ്പോൾ അവർക്ക് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ആ കുട്ടികളെ അവർ നല്ല രീതിയിൽ വളർത്താറുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത്, നല്ല വസ്ത്രം കൊടുത്ത്, നല്ലത് പറഞ്ഞു കൊടുത്ത്, സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അവരെ വളർത്തും. അവർ അതേ രീതിയിൽ മാതാപിതാക്കളോട് കമ്മിറ്റ്മെന്റ് കാണിച്ച് അവർ വളരും, വിദ്യാഭ്യാസം ചെയ്യും. നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ അവർ വളരും. ഇനി നാടിനും വീടിനും ഒന്നും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവമില്ലാതെയെങ്കിലും അവർ വളരും. വേറെ ചിലരുണ്ട്, നമ്മൾ ഈ പട്ടിയും പൂച്ചയും ഒക്കെ മക്കളെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ വളരെ തള്ളപ്പൂച്ച, വളരെ അല്ലെങ്കിൽ തള്ളപ്പട്ടി വളരെ കെയറിങ്ങോട് കൂടി ആ മക്കളെ കൊണ്ട് നടക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ വഴിക്കാൻ വിടും. പിന്നെ അവരായി അവരുടെ പാടായി. പിന്നെ അവർക്ക് അച്ഛൻ ഏതെന്നോ അമ്മ ഏതെന്നോ സഹോദരി ഏതെന്നോ സഹോദരൻ ഏതെന്നോ ഒന്നുമില്ല. പിന്നെ ഇതിൽ പെട്ടതൊക്കെ തന്നെയായിരിക്കും. പിന്നെ അവർ ബന്ധപ്പെട്ട് അവർക്ക് പുതിയ ഇതിന് ജന്മം കൊടുക്കണം. അതുപോലെ മക്കളെ ഉണ്ടാക്കിയിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളെ അങ്ങ് അവരുടെ ഇഷ്ടത്തിന് വിടുന്ന കുറേ മാതാപിതാക്കളും നമുക്കിടയിലുണ്ട്. അങ്ങനെ ഉള്ളതൊക്കെയാണ് ഈ നാട്ടിനും വീട്ടിനും ഒക്കെ ഒരു ഉപകാരവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി സമൂഹത്തെ വഴിതെറ്റിക്കുന്ന കുറേ എണ്ണം. ആ കൂട്ടത്തിലുള്ളതാണ് ഇതൊക്കെ. അല്ല, നല്ല കുടുംബത്തിൽ പറഞ്ഞൊന്നും ഇങ്ങനെയുള്ള തീരുമാനം എടുക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാനൊക്കെ കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ വളർന്ന് കേരളത്തിൽ ജീവിക്കുന്ന ആളാണ്. യൂറോപ്പിലൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് അവിടുത്തെ സംസ്കാരമൊന്നും നമുക്ക് വലുതായിട്ട് അറിയത്തില്ല, കേട്ടുള്ള അറിവേ ഉള്ളൂ. അമ്മാവിക്ക് ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചുമാണെന്നാണ് ഒരു വിശ്വാസം, കൂടുതൽ അറിവില്ല. എന്തായാലും അവർ വളർന്ന് വലുതാക്കി കല്യാണപ്രായം എത്തുമ്പോൾ മോളെ കൊണ്ടൊരു പെണ്ണിനെയും കെട്ടിച്ച് മോനെ കൊണ്ടൊരു ആണിനെയും കല്യാണം കഴിപ്പിച്ച് ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ അമ്മായി ജീവിക്കും. ഇനി ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഇവരുടെ മൂടും താങ്ങി ഇവരുടെ കുറെ ഫാൻസുകാർ നമ്മളെയും തെറി വിളിച്ചുകൊണ്ട് വരും. അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ എന്നും പറഞ്ഞ്. ആവിഷ്കാര സ്വാതന്ത്ര്യം നാടിനും വീടിനും ഒക്കെ ഗുണം ചെയ്യുന്ന എന്തെങ്കിലും അറിയണം. ഇവരിൽ നിന്നൊക്കെ വളർന്നു വരുന്ന തലമുറ എന്താ പഠിക്കേണ്ടത്? വിവാഹ ജീവിതം എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെന്നാണ്. വളർന്നു വരുന്ന തലമുറയുണ്ടല്ലോ, അവരെ വഴിതെറ്റിക്കുന്ന രീതിയിലാവരുത് നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും. നാടിന് നന്മ ഉണ്ടാകണം എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്കിതൊരു വെറും കൂതറയായിട്ടല്ല, വേറൊരു വാക്കാണ് പറയാൻ വരുന്നത്. എനിക്കത് പറയാൻ തോന്നുന്നില്ല. പിന്നെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ കൊറോണയെ അതിജീവിച്ചു, ഓക്കിയെ അതിജീവിച്ചു, നിപ്പയെ അതിജീവിച്ചു, വെള്ളപ്പൊക്കത്തെ അതിജീവിച്ചു. ഇതിനെല്ലാം അതിജീവിച്ച നമ്മൾ മലയാളികൾ ഇതിനെയും അതിജീവിക്കും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടിട്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു.